നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മേടമാസം 28 അതായത് 2026 മെയ് മാസം 11 സോമവാരം തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:07 അസ്തമയം വൈകിട്ട് 6:35 നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ നവമി തിഥിയാണ്. ചന്ദ്രൻ വളരെ ദുർബലമായി അമാവാസിയിലേക്ക് വരികയാണ്. കറുത്ത ഭാവിനെയാണ് നാം അമാവാസി എന്ന് പറയുന്നത്. ഇവിടെ നവമി തിഥി ഒരു ഒഴിഞ്ഞ തിഥിയാണ്. യാതൊരു സാമ്പത്തികമായും ഗുണം തരാത്ത തിഥിയാണ് നവമി തിഥി, 9ാമത്തെ തിഥി. അത് വെളുത്ത പക്ഷത്തിലായാലും കറുത്ത പക്ഷത്തിലായാലും അത്രയും മോശമാണ്. അപ്രകാരം 3 തിഥികളുണ്ട്, റിക്ത ഒഴിഞ്ഞ തിഥികൾ. ഒന്ന് ചതുർത്ഥി 4ാമത്തേത്, മറ്റൊന്ന് 9ാമത്തേത് നാം ഇപ്പോൾ ചർച്ച ചെയ്തത്, മറ്റൊന്ന് ചതുർദശി 14ാമത്തെ തിഥി. അതിനാൽ തിഥി നാളെ വളരെ ദുർബലമാണ്. നാളത്തെ നക്ഷത്രം ശതഭിഷക് നക്ഷത്രമാകുന്നു, ചതയം നക്ഷത്രമാകുന്നു. 100 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ശതഭിഷക്. ശതമെന്നാൽ 100. അങ്ങനെ 100 നക്ഷത്രങ്ങളുടെ കൂട്ടത്തിനെയാണ് ശതഭിഷക് അഥവാ ചതയം നക്ഷത്രം എന്ന് പറയുന്നത്. ചതയം പ്രായമാണ് ഒരു ശുഭ നക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ്. ചതയം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം രാഹുവാണ്. തിരുവാതിര ചോതി ചതയം. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം സർപ്പസംബന്ധമായ വഴിപാടുകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. നാളെ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതുക്കൾക്ക് അർച്ചന, ഇതൊക്കെ ചെയ്യുന്നത് നാളത്തെ ദിനം വളരെ അനുകൂലമാണെന്ന് അറിയുക. നാളത്തെ ശുഭസമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് 8:15 മുതൽ 9 മണി വരെയുള്ള സമയം. അപ്രകാരം തന്നെ 12:45 മുതൽ 2 മണി വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാം. പക്ഷേ സാമ്പത്തിക വിഷയത്തിൽ ദുർബലമായ തിഥിയാകയാൽ അത്രത്തോളം സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുന്നത് അത്ര ശുഭമല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. ഉച്ചയ്ക്ക് ശേഷം 3:10 കഴിഞ്ഞാൽ ഈ ദുർബലമായ നവമി തിഥി കഴിയും. പിന്നീട് വരുന്നതും കറുത്തപക്ഷത്തിലെ ദശമിയാണ്. അതും അത്ര ശുഭമല്ല. നാളെ നിങ്ങളുടെ പ്രാർത്ഥന ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. ഈ പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നാഗസംബന്ധമായ അനുഗ്രഹങ്ങളും തരട്ടെ. സർപ്പപ്രീതിരെ അവശ്യമേവ കരണീയം ആരോഗ്യപ്രാപ്തിയെ. തങ്ങളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.